ആക്ച്വലി അമൃത എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ അവിടെ എൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ്. എന്ന് പറഞ്ഞാൽ അത് എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ വരുന്ന കുട്ടികൾക്ക് പിന്നെ അവിടെ പ്രോപ്പറായിട്ട് NCERT ടെസ്റ്റുകൾ, അതെനിക്ക് തോന്നുന്നു ആദ്യമായിട്ടും ട്രിവാൻഡ്രത്തും ഡൽഹിയിലൊന്നും കാണാത്തൊരു കാര്യമായിരുന്നു. അത് അവർ വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. ചില ഓൺലൈനായിട്ടുള്ള ചില പിന്നെ കാര്യങ്ങൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ചെയ്തേ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് അതിൻ്റെ ഒരു ഫോക്കസ് വന്ന ആ ഒരു ഫേസിൽ തന്നെ ആ സ്റ്റുഡൻസ് പിന്നെ അവരെ മോൾഡ് ചെയ്യാനും, അതിൻ്റെ ആദ്യത്തെ ടൈമിൽ മൊത്തം NCERT വായിക്കൂ, എന്നിട്ട് അതിനൊരു ബേസ് ഉണ്ടാക്കുന്നതും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു മാത്യു സർ എന്ന് പറയുന്ന ഒരാൾ അവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഡൈജസ്റ്റ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മാത്യു സാറിൻ്റെ ആ കറണ്ട് അഫയർ ഡൈജസ്റ്റ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഒരുപാട് ഈ പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും നന്നായിട്ടിരുന്ന്. ഒരു പേര് മറന്നു, ഒരു നിഖിൽ സാർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ പിന്നെ എങ്ങനെ ഞാൻ വിട്ടുപോയ കുറേ കാര്യങ്ങൾ ഫോർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അത് ഞാൻ അധികം പഠിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ വേറൊരു അരുൾകൃഷ്ണ എന്ന് പറഞ്ഞ സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് പിന്നെ ഈ ഇൻറ്റേർണൽ സെക്യൂരിറ്റി പോലെ ടോപ്പിക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ ഈ അമൃത സിവിൽ സർവീസ് അക്കാഡമിയുടെ വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നെറ്റ്വർക്കിംഗ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തവണ പിന്നെ ഇൻ്റർവ്യൂയുടെ ടൈമിൽ എന്നെ മെൻറ്റർ ചെയ്തത് പിന്നെ സാക്ഷാൽ മോഹൻകുമാർ IAS ആയിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു. അതിപ്പോൾ എത്ര വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറ്റും. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻസൈഡർ ആയിട്ടുള്ള ആളുടെ ഡയറക്റ്റ്ലി, അത് ഡിഫൻസ് സെക്രട്ടറി, ഇന്ത്യൻ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ റഫേൽ ഡീലിൻ്റെയൊക്കെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിരുന്ന മോഹൻകുമാർ സാറിനെ പോലെ ആളുടെ അടുത്ത് ഡയറക്റ്റ്ലി 1-to-1 മെൻറ്ററിങ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു എഫക്റ്റ് ആയിരുന്നു. ഇത്തവണ ഇൻ്റർവ്യൂവിലൊക്കെ മാർക്ക് വന്നിട്ടില്ല, മാർക്ക് വന്നാൽ അറിയാം. പക്ഷേ ഐ തിങ്ക് ഐ എം വെരി ഹോപ്പ്ഫുൾ ദാറ്റ് ഇൻ്റർവ്യൂ മാർക്സ് ആർ ഗോണ ബി ഗുഡ്. ആൻഡ് അതിനൊരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അമൃതയിൽ നിന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ അമൃതയുടെ ഒരു എക്സ് ഡയറക്ടറായിരുന്ന ഒരു സാറുണ്ട്, ഗോപാലകൃഷ്ണൻ സാർ, JK സാർ നമ്മൾ വിളിക്കും. അപ്പോൾ സാറും ഹിസ്റ്ററി പിന്നെ ഇംഗ്ലീഷിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അപ്പോൾ ഹി ക്ലോസ്ലി ഒബ്സർവ്ഡ് മീ ആൻഡ് ദ കൈൻഡ് ഓഫ് മിസ്റ്റേക്സ് ദാറ്റ് ഐ മേക്ക്. അപ്പോൾ ആൻഡ് ഹി ടോൾഡ് മീ പ്രോബ്ലി ബ്രെവിറ്റി ഈസ് ആ കോൺസെപ്റ്റ്. കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിന് JK സാർ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന വേറെ കുറേ പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫ്, എല്ലാവരുടെയും പേര് പറയുക തന്നെ വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിത്തോളം, ഇപ്പോൾ പണ്ടൊക്കെ ലൈബ്രറി പിന്നെ ഒരു നേരത്തെ പൂട്ടുകയാണെങ്കിൽ ആ എക്സാം സമയത്തിന് 12 മണി വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം. ഒരു AC റൂമൊക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ലൈബ്രറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ലൈബ്രറിയിലുള്ള ബുക്സിൻ്റെ ആ ഫോക്കസ് ഭയങ്കര ക്ലാസി അപ്രോച്ചാണ്. ഇപ്പോൾ കുറേ പേര് തട്ടിക്കൂട്ടി പഠിക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അമൃത അത് ബിലീവ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ അവിടെ ഇപ്പോൾ ദി എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. പിന്നെ അപ്പോൾ ഐ എം ഇൻവോൾവ് വിത്ത് മെനി അതർ സിവിൽ സർവീസ് അക്കാഡമി. എനിക്ക് ആ മാഗസിൻ ഒരിക്കൽ പോലും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന മാഗസിൻ ഭയങ്കര ക്ലാസിക് മാഗസിനാണ്. അതൊക്കെ ഈ അക്കാഡമിയിൽ അവർ ഫോക്കസ് ചെയ്ത് എപ്പോഴും വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസൊന്നും സാധാരണ ഒരു എക്സ്പെൻസിന് താങ്ങാൻ കഴിയാവുന്നതിന് അപ്പുറമാണ് ഈ എക്കണോമിക്സിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻ്റർനാഷണൽ മാഗസിനാണല്ലോ. അപ്പോൾ ഫോറിൻ റിലേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമൃത ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിംഗ്. മോഹൻകുമാർ സാറൊക്കെ ഫസ്റ്റ് ഇയർ ആദ്യം വരുന്ന സ്റ്റുഡൻസിന് പിന്നെ കഴിഞ്ഞ ബാച്ചിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, സാർ ഇങ്ങനെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ കാര്യങ്ങൾ നടത്തുന്നതും, അപ്പോൾ സ്റ്റുഡൻസിനെ മോൾഡ് ചെയ്യണ ഒരു കാര്യം, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് ഒരു അംബാസിഡർ ഉണ്ടായിരുന്നു, പിന്നെ സൗത്ത് കൊറിയയിലെ ഒരു അംബാസിഡർ മിസ്റ്റർ വിഷ്ണു സർ IFS ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് കുറേ നാൾ പിന്നെ എന്തൊക്കെ കോച്ചിങ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിലുള്ള ഫാക്കൽറ്റി ഒരു സന്തോഷ് തന്നേജ സാർ എന്ന് പറഞ്ഞിട്ട്, സാറ് ഇൻ്റർവ്യൂ ടൈമിൽ മോൾഡ് ചെയ്ത ഒരു 3-4 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോൺവെർസേഷൻ രീതിയിൽ. ആ ചോദ്യങ്ങൾ അതേപോലെ എനിക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, UPSC ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഒരു സാറ് 3 ചോദ്യം ചോദിക്കുക, ആ 3 ചോദ്യം തന്നെ ഇൻ്റർവ്യൂവിൽ വരിക. അപ്പോൾ നമ്മൾ കേട്ടൊരു ചോദ്യം തന്നെ നമുക്ക് വീണ്ടും ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ നമുക്കത് ബെറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ഓഫ് അമൃത ഐ ഡോണ്ട് തിങ്ക് വേറെ ആരും അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളത്. എക്സാമിൻ്റെ ഒരു ഡ്യൂറേഷനിൽ ഒരുപാട് സമയം പോകുന്നത് ഭക്ഷണം കഴിക്കാനും ഭക്ഷണത്തിന് വേണ്ടിയുള്ളതും തെറ്റായ ഭക്ഷണം കഴിച്ചിട്ട് വയറ് ചീത്തയാവുന്നതും കേൾക്കുമ്പോൾ കുറച്ച് സില്ലിയായി തോന്നും. പക്ഷേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതൊക്കെ അമൃതയിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോപ്പറായിട്ടുള്ള ഫുഡ്, കറക്റ്റ് ടൈമിലുള്ള ഫുഡ്. അപ്പോൾ അത് വലിയ നമുക്ക് അല്ലെങ്കിൽ അത് ഹണ്ട് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടാവുക. പിന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അക്കാഡമിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അത് പിന്നെ കരമനയിലാണ്.
പക്ഷേ ആ സ്ഥലം വളരെ ഒരു അരുവി കരമനയാറിൻ്റെ സൈഡിലാണ് അതുള്ളത്. പിന്നെന്താ ഒരു ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതേപോലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സ്റ്റുഡൻസ് അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഒരു ഫാക്കൽറ്റി എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബട്ട് അതർവൈസ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുള്ളി കൺസീവ്ഡ് ദാറ്റ് കോൺസെപ്റ്റ് ഓഫ് എൻ അക്കാഡമി. അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പക്ഷേ ആൾക്കാർ അധികം അതിനെ എംഫസിസ് ചെയ്യാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് അമൃതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു, ഒരു സംശയമില്ല. പിന്നെ ബിജുസ്വാമി മൂപ്പരാണ് ഇതിൻ്റെ ഒരാളെന്ന് പറയുന്നത്. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, ഇത്രയും എളിമയുള്ള ആൾ. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നതിലുപരി ഒരു വ്യക്തി എന്ന രീതിയിൽ എങ്ങനെ വേണം നമ്മൾ ജീവിക്കേണ്ടത്, ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്, അങ്ങനെ ഒരുപാട് ഒരു സ്പിരിച്വൽ തലത്തിൽ പോലും ബിജുസ്വാമിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റി. സ്വാമി എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ റിലീജിയസ്ലി ഉള്ളവർ, അങ്ങനെയല്ല. ഭയങ്കര ലൈഫിന് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട്, വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞുതരാൻ ബിജുസ്വാമിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പ്രിലിംസ് കിട്ടിയപ്പോൾ തന്നെ സാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത്തവണ വേണമെന്ന് പറഞ്ഞു. എൻ്റെ ക്ലാസ്സൊക്കെ ഒന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻസ് കിട്ടിയാൽ പിന്നെ സാർ പറഞ്ഞു ഒന്നും പഠിക്കേണ്ട, വി വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ ബിജുസ്വാമി പറഞ്ഞ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ തന്നേജ സാറുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും, പിന്നെ മോഹൻകുമാർ സാറുമായിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് റെഡിയാക്കി തരുന്നതും, 1-to-1 വേറെ സെഷൻസ് തരുന്നതും, 1 in million പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നതും, പിന്നെ വിഷ്ണു സാർ നമ്മുടെ IFS, അപ്പോൾ അദ്ദേഹമായിട്ടുള്ള പിന്നെ മീറ്റിങ്സ് ഒക്കെ റെഡിയാക്കി തരുന്നതും എല്ലാം ബിജുസ്വാമി തന്നെയായിരുന്നു. ഡയറക്റ്റ്ലിയാണ് ചെയ്യുന്നത്. മൂപ്പര് ഡീനൊക്കെ അല്ലേ, പക്ഷേ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അത്രയും ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ വിളിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ പിന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന മുമ്പാണെങ്കിലും സാറാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ബ്ലെസ്സിങ് ഒക്കെ സാർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സാർ തന്നെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഭയങ്കര സ്നേഹത്തോടെയും നന്ദിയോടെയും സ്മരിക്കുന്നു. പിന്നെ 2 ആൾക്കാർ പറയാനുള്ളത്, പിന്നെ നമ്മുടെ ജയകുമാർ സാറും ഗീത മാഡും. അപ്പോൾ അവരാണ് എപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാരാണ്. അവിടെ പോകുമ്പോൾ അക്കാഡമീനെ മെയിൻറ്റെയിൻ ചെയ്യണത് അവരാണ്. അപ്പോൾ അവരുടെ ഒരു റോള് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനവിടെ ഹിസ്റ്ററിയിലെ ഒരു ഫാക്കൽറ്റി ആയിരുന്നുകൊണ്ട് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരും, അവിടുത്തെ വേറെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന ആൾക്കാരും, പിന്നെ അവിടുത്തെ സ്റ്റുഡൻസ് വലിയൊരു പ്രചോദനമാണ് അല്ലേ. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും കട്ടിങ് എഡ്ജായിട്ട് പിന്നെ അവർ ന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ ചോദിക്കുന്ന ഡൗട്ടുകളൊക്കെ വളരെ ജെന്യുവൻ ആയിട്ട് ഡൗട്ടുകളായിരിക്കും. അപ്പോൾ ദ മോർ യു ഇൻട്രാക്ട് വിത്ത് ദ സ്റ്റുഡൻസ്, നമ്മളും ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ സ്റ്റുഡൻസാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഈ പഠിത്തത്തിനൊക്കെ. അപ്പോൾ എസ്പെഷ്യലി ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡൻറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമൃതയിലെ ഫാക്കൽറ്റി അസാധ്യമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എസ്പെഷ്യലി പറയേണ്ട 2 ആൾക്കാരുടെ പേര് പറഞ്ഞേ മതിയാവുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഒരു ആയുഷ് ശ്രീവാസ്തവ് എന്ന് പറഞ്ഞിട്ട് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ചെയ്ത ഒരു കാര്യങ്ങളിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് എൻ്റെ കൂടെ ഇരുത്തി, പിന്നെ അവിടെ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ ഇരുത്തി എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആയുഷ് സാറ്. അപ്പോൾ അദ്ദേഹത്തിനോട് നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ 2ാമത്തെ ആളെന്ന് പറയുന്നത് മിസ്റ്റർ അതുൽ വിജയകുമാർ, അവിടുത്തെ ഒരു ഫാക്കൽറ്റിയാണ്. അദ്ദേഹം ഈ ആൻസർ എങ്ങനെ എഴുതേണ്ടത്, അതിൻ്റെ സ്ട്രക്ചറിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചത് അതുൽ സാറിൻ്റെ അടുത്താണ്. പിന്നെ വേറെ കൊല്ലം ഉണ്ടായിരുന്ന അവിടെ നിന്ന് ഉണ്ടായിരുന്ന വേറെ ഫാക്കൽറ്റി ആയിരുന്നു മിസ്റ്റർ അരുൺ സുരേഷ് ബാബു എന്ന് പറയുന്ന ആൾ, സുഭാഷ് ബാബു എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇദ്ദേഹം ഒരു ഭയങ്കര പിന്നെ നമ്മുടെ അരുൺ സാർ എന്ന് പറയുന്നത് മഹാരാജാസ് കോളേജിലൊക്കെ പ്രൊഫസറായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇവിടെ 1-2 തവണ എന്തോ പിന്നെ ക്ലാസ്സൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊല്ലത്തേക്ക് ഒരു ബാച്ചിന് സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായി. അപ്പോൾ അങ്ങനെ ഈ സബ്ജക്റ്റുകൾ മൊത്തം 12 സബ്ജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് സംസാരിക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ അടുത്ത് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് കിട്ടി. അപ്പോൾ അമൃതയിലുള്ള ഈ ഒരു ജേർണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗുണകരമായിരുന്നു.